ഞങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഈ ജീവിതയാത്രക്കിടയിൽ സിവിൽ സർവീസ് ഒക്കെ കിട്ടി ജീവിതയാത്രക്കിടയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സുഹൃത്ത് കടന്നു വന്നു ക്യാൻസറിന്റെ രൂപത്തിൽ. ഒരു കഴുത്തുവേദനയായിട്ടാണ് കടന്നു വന്നതെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞ എൻ്റെ അറിവ്. സത്യത്തിൽ ആ കാലം ഇപ്പം വന്നിട്ടിപ്പം അങ്ങനെ ഒരു അസുഖം കടന്നു വരുമ്പോൾ സാധാരണ മനുഷ്യരൊന്ന് പകച്ചു പോകും. നിങ്ങൾ ചെറിയൊരു കാലയളവിലെ ചികിത്സ കൊണ്ട് അതിനെ അതിജീവിക്കുന്നു. അതിനുശേഷം നിങ്ങളുണ്ടാക്കിയ നേട്ടങ്ങളാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്. നിങ്ങൾ നടത്തിയ സൈക്ലിംഗ്, നീന്തൽ, അതുപോലെ തന്നെ ഓട്ടം. ആദ്യമായിട്ട് ഈ ഒരു സിവിൽ സർവീസിലെത്തി സ്വപ്നം കണ്ട പോസ്റ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ താങ്കളിലേക്ക് വന്ന സുഹൃത്തിനെ എങ്ങനെയാണ് താങ്കൾ നേരിട്ടത്? ആദ്യ ദിനം ആദ്യം ഒരു ചെറിയ വേദന മാത്രമാണല്ലോ. ഇത് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞ ദിവസം താങ്കളുണ്ടായ ഒരു മാനസികാവസ്ഥ എന്താണ്? ഇൻഫാക്റ്റ് സാധാരണക്കാരനെ പോലെ തന്നെ ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പം ഞാനും പകച്ചുപോയി എന്ന് തന്നെയാണ് പറയുന്നതാണ് സത്യം. പക്ഷെ പകച്ചു പോയതിനേക്കാട്ടും കൂടുതൽ എനിക്ക് ആക്ച്വലി സന്തോഷം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു റീസൺ കിട്ടി. എനിക്ക് ക്യാൻസർ ഡയഗ്നോസ് ആവുന്നത്, ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കുന്നത് ഫെബ്രുവരിയിലാണ്. ഏത് ഇയറിലാണ്? ഫെബ്രുവരി 2021. 2020. അപ്പൊ സർവീസിൽ കയറിയിട്ടപ്പോൾ എത്ര വർഷമായിരുന്നു? ഞാൻ 12 കയറിയതാ. അപ്പം ഒരു 8 വർഷം. ഒരു നവംബർ 2020 എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തതാണ്. എവിടെയാണ് വേദന? ആദ്യം ചെസ്റ്റ് വന്നു, പിന്നെ കഴുത്തിൽ വന്നു, പിന്നെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു. ഒരു നവംബർ തൊട്ട് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഒരു 4 മാസം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. കടുത്ത വേദന. രാത്രി ആവുമ്പോ വേദനിച്ച് ഞാൻ കരയുമായിരുന്നു. ഞാൻ ഗോവയിലായിരുന്നു. അപ്പം ഇങ്ങനെ ടെസ്റ്റുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. വീട്ടുകാർ ഇല്ല, ആരും അറിയില്ല. നമ്മള് ആക്ച്വലി പോലീസിന്റെ ട്രെയിനിങ്ങിന്റെ ഇതാണോന്ന് അറിയില്ല. ആ വേദനയും കടിച്ചു പിടിച്ച് ജോലിക്കൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, ഇടയ്ക്ക് ചില ദിവസങ്ങളില് കരയും, അറിയിക്കാതെ. കൂടെ ഉള്ളത് രമ്യ, വൈഫ് കൂടിയുണ്ട്. എപ്പോഴാണ് വിവാഹം നടക്കുന്നത്? വിവാഹം 2012 കല്യാണം. IPS കിട്ടിയ റിസൾട്ട് കിട്ടിയ 1 മാസത്തിനുള്ളിൽ തന്നെ കല്യാണം. എവിടെയാണ് അവരുടെ വീട്? രമ്യയുടെ വീട് അവിടെ തലശ്ശേരിക്ക് അറിയാം. എവിടെയാണ്? കതിരൂർ. എങ്ങനെയാണ്? അറേഞ്ച് മാരേജ് ആണോ? അതെ അതെ. കുട്ടികൾ എത്ര പേരുണ്ട്? കുട്ടികൾ 2 പേരുണ്ട്. ആ സമയത്ത് ഈ അസുഖം വരുന്ന സമയത്ത് മക്കള് ലൈവായിട്ടുണ്ടോ? കൂടെ 2 മക്കളും? അവരെല്ലാവരും ഉണ്ട്. അവരെല്ലാവരും. അപ്പൊ ഈ വേദന പിടിച്ചിങ്ങനെ അപ്പൊ വേദന ഇങ്ങനെ കൂടുന്ന സമയത്ത് രമ്യ പറയുന്നുണ്ട്, പോയി ഇങ്ങനെ കാണിക്കുന്നു. അപ്പൊ കാണിക്കുന്നുണ്ട്. ഗോവയില് ഉണ്ട്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ ചെക്കിങ്ങിനൊക്കെ പോയി കുറെ ടെസ്റ്റ് ചെയ്തു. ഡയബറ്റീസ് ആണെന്ന് വിചാരിച്ചു. ഡയബറ്റീസ് അല്ല, പല അസുഖവും ചെക്ക് ചെയ്തു. ഇൻഫാക്ട് എന്താ പറയാ, എല്ലാ അസുഖവും ചെക്ക് ചെയ്തു. അപ്പൊ ഒന്നുമല്ല. പക്ഷെ എന്റെ വേദന മാറുന്നില്ല.